അസ്സലാമു ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ അവലും ഓട്സും കൂടി ചേർത്തിട്ടുള്ളൊരു ഉണ്ട ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇത് നമുക്ക് കുട്ടികൾക്കും ഇപ്പോൾ വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ടും ഇടനേരത്ത് വിശക്കുമ്പോഴൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി 1 കപ്പ് അവലെടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അവൽ നമുക്കിത് വറുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മറ്റേ ചട്ടിയിൽ ഞാൻ കുറച്ച് ബദാമും കുറച്ച് കാഷ്നട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബദാം ആദ്യം ഒന്ന് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അളവ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, നിങ്ങളുടെ അടുത്ത് ഉള്ളതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അവലിപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാൻ ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബദാമിലേക്ക് കുറച്ച് കാഷ്നട്ടും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടും കൂടി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും ഒന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം. പിന്നെ അവൽ മാറ്റിയതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ഓട്സ് ആണ്. അത് നമുക്ക് ഇതിലിട്ടൊന്ന് ചട്ടിയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതും ഒന്ന് ചൂടായി നമുക്കിത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ആ സെയിം പാത്രത്തിൽ തന്നെ കുറച്ച് 2 കപ്പ് തേങ്ങ ചിരകിയിട്ട് അതിലേക്ക് ശർക്കര ഉരുക്കിയിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ. അപ്പം നമ്മൾ മധുരം നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് ശർക്കര നീര് ഒഴിച്ചതിന് ശേഷം നമുക്ക് മധുരം മതിയെന്നുണ്ടെങ്കിൽ അത്ര ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിലേക്കൊരു നുള്ളുപ്പ്, നമ്മൾ മധുരം ബാലൻസായി കിട്ടാൻ വേണ്ടി ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ തേങ്ങയും ശർക്കര നീരും കൂടി കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് 2 ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഈ തേങ്ങയിലേക്ക് ഇപ്പോൾ ഒരുവിധം ശർക്കര നീരൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അവലും ഓട്സും പൊടിച്ചതും പിന്നെ കാഷ്നട്ടും ബദാമും പൊടിച്ചതില്ല അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത്തിരി ഷുഗറുള്ള ആൾക്കാർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിൽ കാഷ്നട്ടും ബദാമൊക്കെ ചേരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കുറയ്ക്കുക എന്താ വെച്ചാൽ ചെയ്യാം, നിങ്ങളുടെ ഉള്ളതനുസരിച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. മധുരം എനിക്ക് ഈ ഒരു പാകത്തിന് മതി കേട്ടോ. നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഓരോ ബോൾസായിട്ട് ഉരുട്ടി എടുക്കാം. വളരെ സിമ്പിളാണ്, ഉണ്ടാക്കാൻ പറ്റുന്നത്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇതിലേക്ക് വാൾനട്ട് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.